ജയിലിൽ കിടക്കുന്ന ഈ ലേഡി എല്ലാവരെയും പോലെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഡെയിലി മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നു. മാത്രമല്ല എല്ലാവരോടും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നു. മഴ പെയ്താലും ഇവള് വർക്കൗട്ട് ചെയ്യുന്നത് കണ്ട് വാർഡൻ പോലും അതിശയിക്കുന്നു. ഇവൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അവളുടെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം 6 മാസത്തിന് മുമ്പ് ഇവളും ഭർത്താവും സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിനായി ബോട്ടിങ്ങിന് പോകുന്നു. പിറ്റേ ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ അവളുടെ ദേഹത്താകെ ബ്ലഡ് ആയിരിക്കുന്നു. മാത്രമല്ല ആ ബ്ലഡ് ബോട്ടിലും സ്പ്രെഡ് ആയിരുന്നു. അപ്പൊ അവൾ നേരത്തെ നിന്നും കിട്ടിയ കത്തി കയ്യിലെടുത്തതും അടുത്ത സെക്കൻഡിൽ പോലീസ് അവിടേക്ക് വരുന്നു. അവളുടെ കയ്യിൽ പറ്റിയ ബ്ലഡും കത്തിയും വെച്ച് ഇവളാണ് ഹസ്ബൻഡിനെ കൊന്നതെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് തെളിവായി അവിടെ ഹസ്ബൻഡ് പോലീസിനെ വിളിച്ച കോൾ റെക്കോർഡും കിട്ടുന്നു. അതുപോലെ ആ കേസ് സ്ട്രോങ് ആക്കുന്നതിനായി അവിടെ ഹസ്ബൻഡിന്റെ പേരിൽ 2 മില്യൺ ഇൻഷുറൻസും ഉണ്ട്. അതിൽ നോമിനിയായി അവളുടെ പേരാണ് വെച്ചിരിക്കുന്നത്. സോ അവൾക്ക് രക്ഷപ്പെടാനായി ഒരു ചാൻസും കിട്ടാതെ ഹസ്ബൻഡിനെ കൊന്ന ശിക്ഷ അനുഭവിക്കാൻ ജയിലിലേക്ക് അയക്കുന്നു. അതിനു മുമ്പ് ആ ഇൻഷുറൻസ് തുക ഇവളുടെ മകനെയും ഫ്രണ്ടിനെയും ഏൽപ്പിച്ച് അവനെ നോക്കാൻ പറയുന്നു. ആ ഫ്രണ്ട് അന്ന് വന്നതിന് ശേഷം പിന്നീട് അവളുടെ മകനെ കൊണ്ട് ആ ജയിലിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ജയിലിലായതുകൊണ്ട് ആ ഫ്രണ്ടിനെ അന്വേഷിച്ച് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നു. അതിനുശേഷം അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വിളിച്ച് അവളുടെ പുതിയ നമ്പർ വാങ്ങുന്നു. ആ നമ്പറിലേക്ക് വിളിച്ച് അവളുടെ മകന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അവൻ അമ്മയോട് സംസാരിക്കുമ്പോൾ ആരോയോ ഡാഡി എന്ന് വിളിക്കുന്നു. നോക്കുമ്പോൾ ഇവള് ജയിലിലായത് തന്നെ അവളുടെ ഹസ്ബൻഡിനെ കൊന്ന കേസിലാണ്. പക്ഷെ അയാൾ ആ ഇൻഷുറൻസ് പണവും കൈക്കലാക്കി ഇവളുടെ ഫ്രണ്ടിനൊപ്പം മറ്റൊരു സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതറിഞ്ഞതും അന്ന് മുതൽ അവളെ പുറത്തിറങ്ങുന്നതിനായി എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നു. അങ്ങനെ 6 വർഷത്തിന് ശേഷം നല്ല നടപ്പിന് പരോളിൽ പുറത്തിറങ്ങുന്നു. എന്നിട്ട് അവളുടെ കൈകൾ കൊണ്ട് തന്നെ ഹസ്ബൻഡിനെ കൊല്ലുന്നു. ആൾറെഡി ആ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നത് കൊണ്ട് വീണ്ടും അവളുടെ പേര് കേസെടുക്കാൻ പറ്റില്ല.